കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രശ്നമാണ് ഇതെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്രൈസിസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. എന്താണ് കാർഷിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ഇതെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ദ അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് ദ ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്സ്. പ്രാചീന കൃഷി രീതികൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിലൂടെ ഒരുപാട് തകിടം മറിയുന്നുണ്ട്. പ്രവചനാതീതമായ ക്ലൈമറ്റുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ഒരു കൃഷി രീതിയെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച് കളയുന്നു. The techniques that are used to overcome these challenges are gaining currency nowadays. എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് പുതിയ ടെക്നിക്കുകൾ കൊണ്ടുവരികയാണ്. പുതിയ നൂതന മാർഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട മാർഗങ്ങളാണ്. അതിനായി നമ്മൾ അവലംബിക്കുന്ന മെത്തേഡ്സ് ആണ് പോളി ഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ്, ഫാമിംഗ് വിത്തൗട്ട് സോയിൽ എന്നിവയൊക്കെ. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താണ് പോളി ഹൗസ് ഫാമിംഗ് എന്നതാണ്. Poly house farming is a special kind of arrangement in which a crop field is completely or partially covered by transparent polythene sheets. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പോളി ഹൗസ് ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. ഒരു പ്രത്യേക രീതിക്കുള്ള ഒരു അറേഞ്ചിങ് രീതിയാണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വിച്ച് എ ക്രോപ്പ് ഫീൽഡ്, ഒരു പാടശേഖരം അല്ലെങ്കിൽ ഒരു പാടം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പ് ഫീൽഡ് എന്ന് പറയുന്ന സ്ഥലം എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി ഓ പാർഷ്യലി, മുഴുവനായോ പാർഷ്യലായോ പകുതിയോ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു. എന്ത് വെച്ചാണ് കവർ ചെയ്യുന്നത്? എ ട്രാൻസ്പാരൻറ്റ് പോളിത്തീൻ ഷീറ്റ്സ്. ട്രാൻസ്പാരൻറ്റ് വെട്ടം പുറത്തേക്ക് വരുന്ന പോളിത്തീൻ ഷീറ്റ്സ് വെച്ചിട്ടാണ്, പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നത്. പോളി ഹൗസ് ഫാമിൽ എന്താണുള്ളത്? ഉറപ്പായിട്ട് സ്പെഷ്യൽ കൈൻഡ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഫീൽഡിനെ, ആ ഒരു കൃഷി ഫീൽഡിനെ അല്ലെങ്കിൽ ആ ഒരു പാടശേഖരത്തെ പാർഷ്യലായിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ പോളിത്തീൻ ഷീറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു? കവർ ചെയ്തിരിക്കുന്നു. സിൻസ് ദ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഇൻ ദ പോളി ഹൗസ് ഈസ് കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് മൂലം ആ ഒരു കൃഷി ഭൂമിയിലെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചറും മോയ്സ്ചർ കൺട്രോളും എന്തൊക്കെയാണ്? അവിടുത്തെ താപനിലയും അവിടുത്തെ വെള്ളത്തിൻ്റെ അളവല്ല, മോയ്സ്ചറിൻ്റെ അളവെന്ന് വെച്ചാൽ എന്താണ്? കൃത്യമായിട്ട് അവിടെ ഉണ്ടാവുന്ന ഈർപ്പത്തിൻ്റെ അളവ്, അതാണ് കറക്റ്റ് വാക്ക്. ഈർപ്പത്തിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ന്യൂട്രിയൻസ് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് ആർ സപ്ലൈഡ് ഓൺ പ്ലാന്റ്സ് ത്രൂ ഡ്രിപ്പ് ഇറിഗേഷൻ. കൃത്യമായ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ വെള്ളം ഇറ്റിറ്റ് വീഴുന്ന ഒരു പ്രക്രിയയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം കൃത്യമായിട്ട് ചെടിക്ക് വേണ്ട പോഷകങ്ങളും ഫെർട്ടിലൈസേഴ്സൊക്കെ വെള്ളത്തിലാക്കി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചെടികൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് എത്തിക്കുന്നത്. ഇതാണ് പോളി ഹൗസ് ഫാമിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ പറയുന്ന പാടശേഖരം, ഈ ഒരു പറയുന്ന കൃഷി ഫീൽഡ് എന്ത് ചെയ്യുന്നു? പോളിത്തീൻ ഷീറ്റ്സ് വെച്ച് മറച്ചിരിക്കുന്നു. ഇതിന് വേണ്ട വെള്ളം എല്ലാം നമ്മൾ ചെറിയ ഹോസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നൽകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ടെമ്പറേച്ചറും മോയ്സ്ചറും ഈർപ്പവും നമുക്ക് എന്ത് ചെയ്യും? കൃത്യമായി നിലനിർത്താൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യും? സാധിക്കും. ഇതാണെന്ന് പറയുന്നത് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. പോളി ഹൗസ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ വിൽ ഓൾസോ ബി ലെസ് ബിക്കോസ് ദ സൈഡ്സ് ഓഫ് ദ പോളി ഹൗസ് ആർ കവേർഡ് വിത്ത് നെറ്റ്. ഈ പോളി ഹൗസ് ഫാമിങ്ങിൽ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ കുറവായിരിക്കും, കീടങ്ങളുടെ ആക്രമണം കുറവായിരിക്കും. കാരണം എന്താണ്? ഇതിന് മുഴുവൻ ഭാഗവും നെറ്റ് വെച്ച് അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റ്സ് വെച്ച് കവേർഡാണ്. സോ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ, കീടങ്ങളുടെ ആക്രമണം ഇവിടെ കുറവായിരിക്കും. മാത്രമല്ല, ഓൾദോ ദ എക്സ്പെൻസ് ഈസ് ഹൈ ഇൻ ദ ബിഗിനിങ്. അവിടുത്തെ ചിലവെന്ന് പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത് തുടക്ക സമയത്ത് കൂടുതലായിരിക്കും, ബിഗിനിങ്ങിൽ വളരെ കൂടുതലായിരിക്കും. ബട്ട് എന്ത് പറ്റും? ക്രോപ്പ് ഈൽഡ് ഇൻ മെനി ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ റെഗുലർ ഫീൽഡ്. ഒരു സാധാ ഈ ഒരു പോളി ഹൗസ് ഫാമിംഗ് അല്ലാത്ത വിളനിലങ്ങളിൽ കിട്ടുന്നതിനേക്കാളും വിളവ് ഈ ഒരു പോളി ഹൗസ് ഫാമിംഗ് നടപ്പാക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാവും. അതിലൂടെ നമുക്ക് നഷ്ടം നികത്താൻ സാധിക്കും. രണ്ടാമത്തേതാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. എന്താണ് പ്രിസിഷൻ ഫാമിംഗ്? In this method, ഈ ഒരു മെത്തേഡിൽ ഓഫ് ഫാമിംഗ്, the nature of soil, quantity of elements in the soil, pH value of soil, presence of water, etc. in the crop field are tested using modern technology and appropriate crops are selected for cultivation. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു മെത്തേഡിൽ സോയിലിന് അകത്തുള്ള മൂലകങ്ങൾ, അവയുടെ ക്വാളിറ്റി, അവയുടെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കുന്നു. ആ സോയിലിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കുന്നു. സോയിലിൽ എത്രത്തോളം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു? സോയിൽ ടെസ്റ്റിംഗ് വഴിയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു സോയിലിന് അനുയോജ്യമായ ക്രോപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു? സയൻറ്റിഫിക് രീതിയിൽ അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സോയിലിൻ്റെ ഘടകങ്ങളെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം സോയിലുള്ള വാട്ടർ കണ്ടൻറ്റിനെയും pHനെയും സോയിലുള്ള എലമെൻസിനെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു സോയിലിന് അനുയോജ്യമായ ക്രോപ്പ്
വിള ഏതാണെന്ന് മനസ്സിലാക്കി സയൻറ്റിഫിക് മെത്തേഡ് വഴി എന്ത് ചെയ്യുന്നു, അതിനെ അവിടെ നടുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി ചെയ്യുന്നു, ബൈ കവറിങ് ദ സോയിൽ യൂസിങ് പോളിത്തീൻ ഷീറ്റ്സ്. അപ്പോൾ ഈ ഒരു മണ്ണിനെ എന്ത് ചെയ്യുന്നു, പോളിത്തീൻ ഷീറ്റ്സ് വെച്ച് കവർ ചെയ്യുന്നത് കൊണ്ട് വി ക്യാൻ എഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ് ആൻഡ് ഓൾസോ ലിമിറ്റ് ഇറിഗേഷൻ. കീടങ്ങളെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം അവിടെ പോളിത്തീൻ ഷീറ്റ്സ് വെച്ച് കവർ ചെയ്യുന്നതുകൊണ്ട് അതിന് ചുറ്റും എന്ത് വരില്ല, കീടങ്ങൾ ഉണ്ടാവുകയുമില്ല. കൃത്യമായിട്ടുള്ള ഇറിഗേഷൻ ആ ഒരു ചെടിക്ക് തന്നെ എത്തുകയും ചെയ്യും. ഇറിഗേഷൻ നമുക്ക് കൃത്യമായിട്ടുള്ള സപ്ലൈ ചെയ്യാനും സാധിക്കും. ഇതാണ് പ്രിസിഷൻ ഫാമിംഗ് നടത്തുന്ന ഒരു ക്രോപ്പ് ഫീൽഡിൻ്റെ അവസ്ഥ. അതായത് കൃത്യമായിട്ട് മണ്ണിനെ മനസ്സിലാക്കി ആ ഒരു മണ്ണിലേക്ക് ആരെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒരു പോളിത്തീൻ ഷീറ്റ്സിനെ കവർ ചെയ്ത് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വീടിനെയും തടയാൻ പറ്റും, കീടങ്ങളെയും തടയാൻ പറ്റും, ആൻഡ് ഓൾസോ ഇറിഗേഷനും ലഭ്യമാക്കാൻ സാധിക്കും. മൂന്നാമത്തെ രീതിയാണ് കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാതെയുള്ള കൃഷി രീതി. അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ് എയറോപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ്. ഇപ്പം മണ്ണില്ലാതെയുള്ള കൃഷി രീതിക്കുള്ള എക്സാമ്പിളാണ് എയറോപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ്. എന്താണ് ഹൈഡ്രോപോണിക്സ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ചെടികളിട്ട് വെക്കില്ലേ, അതിനെയാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് വെറും വെള്ളമല്ല, ന്യൂട്രിയൻറ്റ് സൊല്യൂഷനാണ്. അതായത് പോഷക ലായനികളാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. സയൻറ്റിഫിക് മെത്തേഡാണ്. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്, പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻ. പോഷക ലായനികളിലാണ് ചെടികളെ നമ്മൾ വളർത്തുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. വെള്ളത്തിൽ വളർത്തുന്നു, പക്ഷേ ആ വെള്ളത്തിൽ എന്തുണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്. സിമ്പിളായിട്ട് അതാണ്. പക്ഷേ രണ്ടാമത്തെയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇൻ എയറോപോണിക്സ് ദ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദെയർ റൂട്ട്സ് ഗ്രോ ഇൻ ടു എയർ ആൻഡ് ന്യൂട്രിയൻസ് ആർ സ്പ്രെയ്ഡ് ഡയറക്ട്ലി ഇൻ ടു റൂട്ട്സ്. എന്ത് ചെയ്യുന്നു, ഇവിടെ ചെടികളുടെ റൂട്ട് എന്ത് ചെയ്യുന്നു, എയറിലേക്കാണ് വളരുന്നത്. എങ്ങോട്ടാണ് വളരുന്നത്, എയറിലേക്ക് വളരുന്നു. എയറിലേക്ക് വളരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടതായ ന്യൂട്രിയൻസിന്, പോഷകങ്ങളെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് എയറോപോണിക്സ്. ഇതാണ് എയറോപോണിക്സ്. ഇതാണ് ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഈ പോകുന്നതെല്ലാം ഒരു സൊല്യൂഷൻ, എന്താണ്, ന്യൂട്രിയൻറ്റ് സൊല്യൂഷനിൽ വളരുന്ന ചെടികളാണ്. ഹൈഡ്രോപോണിക്സ് എന്ന് പറയുമ്പം ഇതാണ് അതിന് എക്സാമ്പിൾ. എയറോപോണിക്സ് എന്ന് പറയുന്നതാണ് റൂട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂട്രിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻ മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ആധുനിക കൃഷി രീതിയിൽ എന്ത് സംഭവിക്കുന്നു, ഹൈബ്രിഡ്സ് ആർ യൂസ് ടു എൻഷുർ പ്രൊഡക്ടിവിറ്റി. ഉൽപ്പാദന വർധനവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സങ്കര ഇനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, കൃഷി രീതിക്ക് ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസ് ആർ ബെനഫിഷ്യൽ ടു നാച്ചർ ആൻഡ് ഹ്യൂമൻസ്. പാരമ്പര്യ കൃഷി രീതി വളരെയധികം മനുഷ്യനും പ്രകൃതിക്കും ഒരേപോലെ ഗുണകരമായിട്ടുള്ളതായിരുന്നു. ഇൻ ട്രഡീഷണൽ അഗ്രികൾച്ചർ പ്രാക്ടീസസ്, പാരമ്പര്യ കൃഷി രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് എങ്ങനത്തെയാണ്, ഇൻഡിജിനിയസ് വെറൈറ്റീസാണ്, നാടൻ വിഭവങ്ങളെയാണ്. ഇത് നിങ്ങൾ സിമ്പിളായിട്ട് കേട്ടിരുന്നാൽ മതി, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാനുള്ള കാര്യമാണ്. ഇൻഡിജിനസ് വെറൈറ്റീസ് ഓഫ് എ ലോക്കാലിറ്റി ആർ വെറൈറ്റീസ് ദാറ്റ് അക്വയർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൈ അഡാപ്റ്റിംഗ് ടു ദ ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് ഫുഡ്, സോയിൽ ടെക്സ്ചർ ഓഫ് ദാറ്റ് പ്ലേസ് എക്സെട്ര. എന്താണ് ഒരു നാടൻ ഇനങ്ങളെന്ന് വെച്ചാൽ, ആ ഒരു നാട്ടിലെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ എന്താണ് ക്ലൈമറ്റിനും അവിടുത്തെ ഫുഡിൻ്റെ അവൈലബിലിറ്റിക്കും അവിടുത്തെ മണ്ണിൻ്റെ ഘടനയ്ക്കും അനുസരിച്ച് രൂപപ്പെട്ട ഇനങ്ങളെയാണ് നാടൻ ഇനങ്ങൾ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു, ആ മണ്ണിന് വേണ്ട പ്രതിരോധശേഷി, അവർക്ക് വേണ്ട പ്രതിരോധശേഷി അവർ സ്വയം ആർജിച്ചെടുക്കുന്നു. വി ഹാഡ് മെനി കാറ്റിൽ വെറൈറ്റീസ് ഓഫ് ഹൈ ഡിസീസ് റെസിസ്റ്റൻ്റ് ആൻഡ് ലോ കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്ക് ചുറ്റും ഒരുപാട് കന്നുകാലി ഇനങ്ങളുണ്ട്. അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്, ഹൈ ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ്, അവർക്ക് പ്രതിരോധശേഷി കൂടുതലാണ്, ആൻഡ് ഓൾസോ ലോ കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്, പരിചരണ ചെലവും കുറവാണ്. പക്ഷേ അവരുടെ പ്രശ്നം എന്താണ്, ദേ വെർ ലെസ് പ്രൊഡക്റ്റീവ്. അവരുടെ ഉൽപ്പാദനം, പാലുൽപാദനമായിക്കോട്ടെ ഇറച്ചി ഉൽപ്പാദനമായിക്കോട്ടെ, അത് കുറവായിരിക്കും, ലെസ് പ്രൊഡക്റ്റീവ് ആയിരിക്കും. വി ഓൾസോ ഹാഡ് ഡൈവേഴ്സ് ടേസ്റ്റ് ആൻഡ് ന്യൂട്രിയൻസ്, ക്രോപ്സ് ഓഫ് ഡൈവേഴ്സ് ടേസ്റ്റ് ആൻഡ് ന്യൂട്രിയൻസ്. മെനി ഇൻഡിജിനസ് ട്യൂബർ ക്രോപ്സ് ആർ ഡിസപ്പിയറിംഗ് ടുഡേ. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ടേസ്റ്റിലുള്ളതും രുചികളിലുള്ളതും ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയതുമായ നാടനിനങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. ഒരുപാട് ട്യൂബർ ക്രോപ്സ്, ഉദാഹരണം കാച്ചിൽ, കൂവ പോലുള്ള, ചേമ്പ് പോലുള്ള എന്താണ് മണ്ണിനങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ നമുക്ക് ചുറ്റും എന്ത് ചെയ്ത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണ ഇനങ്ങളിൽ നിന്ന് അവയെ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. ഭക്ഷ്യവിളകൾ വംശമറ്റ് പോകുന്നതിലൂടെ വിലമതിക്കാനാവാത്ത സ്വത്താണ് ഇല്ലാതാകുന്നതെന്ന് നാം തിരിച്ചറിയണം. നാടൻ ഇനങ്ങൾ വംശമറ്റ് പോകുന്നത് നമ്മുടെ ജൈവസമ്പത്തിൻ്റെ ശോഷണത്തിന് കാരണമാകുന്നു. മാത്രമല്ല പ്രകൃതിയുടെ പരീക്ഷണങ്ങൾ അതിജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്ന തനതിനങ്ങളിൽ നിന്ന് മാത്രമേ ഗുണമേന്മയുള്ള പുതിയ ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനാവുകയുള്ളൂ. ഈ സമ്പത്ത് ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാനാവില്ല എന്ന കേവല യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം.
ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ചില സസ്യങ്ങളുടെ നാടൻ ഇനങ്ങളാണ്. നൽകിയിരിക്കുന്നത് മാംഗോ, മാവിൻ്റെ ഒരു നാടൻ 2 ഇനങ്ങളാണ് നൽകിയിരിക്കുന്നത്. മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, താളി എന്നൊക്കെ പറയുന്നത് മാവിൻ്റെ ഇനങ്ങളാണ്. രണ്ടാമത്തത് പ്ലാന്റെയിൻ, വാഴയുടെ ഇനങ്ങളാണ് പറയുന്നത്. ഞാലിപ്പൂവൻ, പാളയങ്കോടൻ എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ. ഇനി നാടൻ വെറൈറ്റീസ് ഉള്ള അനിമൽസിനെ പറ്റിയാണ് പറയുന്നത്. കൗവിൻ്റെ നാടൻ വെറൈറ്റീസ് വേച്ചൂർ, കാസർഗോഡ് കുള്ളൻ. ആടിൻ്റെതാണെങ്കിലോ മലബാരി, അട്ടപ്പാടി ബ്ലാക്ക്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ആടിൻ്റെയും പോത്തിൻ്റെയും പശുവിൻ്റെയൊക്കെ നാടൻ വെറൈറ്റീസാണ്. അപ്പോൾ നാടൻ വെറൈറ്റീസ് സസ്യങ്ങളിൽ മാത്രമല്ല ജന്തുക്കളിലുമുണ്ട്. നമ്മുടെ സസ്യങ്ങളിൽ പറഞ്ഞു മാവിനും പ്ലാവിനും വാഴയ്ക്കും ഒക്കെ എന്തുണ്ട്? നാടൻ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളുടെ നോക്കുമ്പോൾ, ജന്തുജാലങ്ങൾ നോക്കുമ്പോൾ എന്താണ്? നാടൻ വെറൈറ്റീസായ പശുക്കളും നാടൻ വെറൈറ്റീസായ പോത്ത്, കാള, പിന്നെ എന്താണ് കുതിര, അങ്ങനെ പല വെറൈറ്റീസും നാടൻ വെറൈറ്റീസും ഉണ്ടാവും. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻസ്. കർഷകർക്ക് കൂട്ടാകുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് നമുക്ക് ചുറ്റുമുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. Agricultural societies that help farmers to market their product without the help of mediators are on the rise these days. എന്ത് ചെയ്യുന്നു? ഇടനിലക്കാരില്ലാതെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന, ഉതകുന്ന ഒരുപാട് പേർ അല്ലെങ്കിൽ ഒരുപാട് ഓർഗനൈസേഷൻ, കൂട്ടായ്മകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. The facility of storage of items such as pepper, coconut, arecanut, rice, vegetables is also ensured along with the marketing facilities. കമ്പോള ഫെസിലിറ്റീസിലൂടെ, മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് വഴി ഇവരുടെ ക്രോപ്സായ പെപ്പർ, കോക്കനട്ട്, അരക്കനട്ട്, അതായത് തേങ്ങ, അടയ്ക്ക പോലുള്ള ക്രോപ്സിനെ കൃത്യമായി സ്റ്റോർ ചെയ്ത് വെക്കാനും അവിടെ എന്തുണ്ട്? സൗകര്യമുണ്ടാവും. They can sell such stored product when prices are high in the market and make profit. ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിലൂടെ എന്തിനാണ്? മാർക്കറ്റിൽ അവയുടെ പ്രൈസ് കൂടുമ്പോൾ അതിനെ കൃത്യമായി വിൽക്കാനായിട്ട് ആ സമയത്ത് അവരെ സഹായിക്കുകയും അതിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്യുന്നു, ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നു. ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ഓൾസോ മെയ്ഡ് അവൈലബിൾ ഓൺ ദം. അവർക്ക് വേണ്ടിയിട്ട് ചെറിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ലോൺസും അവൈലബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഓർഗനൈസേഷൻസ് ആർ ഓൺലൈൻ ടു. കൂട്ടായ്മകൾ ഓൺലൈനിലും. എങ്ങനെയാണ്? വിത്ത് ദ റൈസ് ഓഫ് ഡിമാൻഡ് ഫോർ ഓർഗാനിക് പ്രൊഡക്ട്സ്. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കൂടിയപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓൺലൈൻ ഓർഗനൈസേഷൻസ് ഓഫ് ഫാമേഴ്സ് ആർ ഗെയിനിങ് ഇമ്പോർട്ടൻസ്. കർഷകരുടെ തന്നെ ഓൺലൈൻ കൂട്ടായ്മകൾ വളരെയധികം പ്രാധാന്യം അർഹിച്ചു വരുന്നു. എങ്ങനെയാണ് പ്രാധാന്യം അർഹിക്കുന്നത്? ദീസ് ഓർഗനൈസേഷൻ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ കസ്റ്റമേഴ്സ് ഫോർ ദെയർ ക്വാളിറ്റി ഓർഗാനിക് പ്രോഡക്ട്സ് ആൻഡ് എൻഷ്യൂർ ഹയർ പ്രൈസസ്. അപ്പോൾ കർഷകരിൽ നിന്ന് നേരിട്ട് ആരിലേക്ക് എത്തിക്കാൻ, ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. മാത്രമല്ല ഉപഭോക്താക്കൾക്ക്, കസ്റ്റമേഴ്സിന് എന്താണ്, എത്രത്തോളം ക്വാളിറ്റിയാണോ പ്രോഡക്റ്റിനുള്ളതെന്ന് മനസ്സിലാക്കുവാനും ഇതുവഴി സാധിക്കുന്നു. ഓൺലൈൻ ഓർഗനൈസേഷൻസ് വഴി സാധിക്കുന്നു. Thus, modern media opens up not only a wide window for marketing. മാർക്കറ്റിംഗ് മാത്രമല്ല ഈ ഒരു ഓൺലൈൻ മീഡിയയിലൂടെ നടക്കുന്നത് എന്താണ്? ബട്ട് ഓൾസോ പോസിബിലിറ്റീസ് ഫോർ ഷെയറിംഗ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. കർഷകരുടെ നോളജും അറിവും എക്സ്പീരിയൻസും പങ്കുവയ്ക്കാനും ഈ ഒരു ഓൺലൈൻ മീഡിയകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. അവസാനമായി പറയുന്ന കാര്യമാണ് സയൻറ്റിഫിക് മെത്തേഡ്. അഗ്രികൾച്ചറിൽ എന്നല്ല, എല്ലാ രീതിക്കുള്ളൊരു സയൻറ്റിഫിക് മെത്തേഡിലും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ വരുന്നത് നോക്കിയാലോ? The scientific method includes identifying the problem. ആദ്യം എന്താണ് പറയുന്നത്? ആ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. കളക്ടിങ് ഇൻഫോർമേഷൻ ത്രൂ ഒബ്സർവേഷൻ. രണ്ടാമത് എന്താണ് വരുന്നത്? കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. എന്താണ് ആ ഒരു കാര്യത്തിലുള്ളത് എന്നുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക, ശേഖരിക്കുക. എക്സ്പെരിമെൻറ്റേഷൻ, അത് വെച്ച് എന്ത് ചെയ്യുക? പരീക്ഷണം നടത്തുക. കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? അനാലിസിസ് ഓഫ് കളക്റ്റഡ് ഇൻഫർമേഷൻ. ഈ കിട്ടിയ ഇൻഫോർമേഷനെ, അറിവിനെ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. ഫോർമുലേഷൻ ഓഫ് പ്രോപ്പർ ഇൻഫറൻസ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുക. ഈ കിട്ടിയ പരീക്ഷണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരണം. ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ഇൻഫറൻസ് ത്രൂ കണ്ടിന്യൂസ് എൻക്വയറി. വീണ്ടും വീണ്ടും നമ്മൾ അതിനെ എന്ത് ചെയ്യുക? അന്വേഷിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് നിഗമനത്തെ എന്ത് ചെയ്യുക? കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക. ഇതാണ് ഒരു സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അത് എന്തിലായിക്കോട്ടെ, അഗ്രികൾച്ചർ എന്ന് പറയുന്ന സെക്ഷനിലായിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, എല്ലായിടത്തും സയൻറ്റിഫിക് മെത്തേഡിലൂടെ നമ്മളൊരു കാര്യം ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ രീതിക്കാണ്. ഓക്കെ,
സയൻറ്റിസ്റ്റ് ഫോളോ ദിസ് മെത്തേഡ്. അപ്പം ശാസ്ത്രജ്ഞർ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളെ ഫോർമുലേറ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്നതും നമുക്കത് മനസ്സിലാക്കി തരുന്നതും. സയൻസ് ഈസ് എ മീൻസ് ടു സോൾവ് പ്രോബ്ലംസ് ബൈ അപ്ലൈയിങ് അക്വേർഡ് നോളജ് ആസ് വെൽ ആസ് ടു ക്രിയേറ്റ് ബെറ്റർ ഫ്യൂച്ചർ. സയൻസ്, ശാസ്ത്രം എന്ന് പറയുന്നത് ഈസ് എ മീൻസ് ടു സോൾവ് പ്രോബ്ലംസ്. എന്തിനാണ്? പ്രധാനമായും പ്രശ്ന പരിഹാരത്തിനാണ്. ഒരു കാര്യം ഡൗട്ട് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് അങ്ങനെ വന്നു, അത് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കി സയൻറ്റിഫിക് റീസൺ കണ്ടുപിടിക്കുന്നു. ബൈ അപ്ലൈങ് അക്യൂർ നോളജ്, നമുക്ക് കിട്ടിയ അറിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സയൻസിലേക്ക് കൊടുക്കുകയും അതിൽ നിന്ന് നമ്മളൊരു ഇൻഫറൻസ്, നിഗമനത്തിലേക്ക് എത്തുകയും ആൻഡ് ഓൾസോ ആസ് വെൽ ആസ് ടു ക്രിയേറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ. ആ ഒരു ശാസ്ത്ര നിഗമനത്തിലൂടെ നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ, നല്ലൊരു ഭാവിയെ വളർത്തിയെടുക്കുവാനും സാധിക്കും. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അടുത്ത ഈ ഒരു ചാപ്റ്ററിൻ്റെ ലെറ്റർ സക്സസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കൂണി കൾച്ചർ ഈസ് റിലേറ്റഡ് ടു. കൂണി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കീപ്പിംഗ് ഓഫ് ഹണി ബീസ് ആണോ? ഹണി ബീസിനെ റിയർ ചെയ്യുന്നതാണോ, കൃഷി ചെയ്യുന്നതാണോ? റിയറിംഗ് ഓഫ് റാബിറ്റ്സ്, റാബിറ്റ്സിനെ, മുയലുകളെ കൃഷി ചെയ്യുന്നതാണോ? കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണോ? പഴങ്ങളെയും പച്ചക്കറികളെയും കൃഷി ചെയ്യുന്ന രീതിയാണോ? റിയറിംഗ് ഓഫ് ഫിഷ്, മീനിനെ കൃഷി ചെയ്യുന്ന രീതിയാണോ? എന്താണ് ഉത്തരം? റിയറിംഗ് ഓഫ് റാബിറ്റ്സ്. റിയറിംഗ് ഓഫ് റാബിറ്റ്സ് ആണ് ഉത്തരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹണി ബീസിനെ സംരക്ഷിക്കുന്നതിന് നമുക്ക് എന്ത് പറയാൻ കഴിയും? എപ്പി കൾച്ചർ എന്ന് പറയും. എന്തെന്ന് പറയും? എപ്പി കൾച്ചർ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അപ്പി കൾച്ചർ. അങ്ങനെയാണെങ്കിൽ കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓൺ എ സയൻറ്റിഫിക് മെത്തേഡ്, ശാസ്ത്രീയ രീതി വഴി നമ്മൾ എന്താണ് പഴങ്ങളെയും പച്ചക്കറികളെയും കൃഷി ചെയ്യുന്ന രീതി നമ്മൾ എന്ത് പറയും? ഹോർട്ടി കൾച്ചർ എന്നാണ് പറയുന്നത്. എന്താണ്? ഹോർട്ടി കൾച്ചർ എന്നാണ് പറയുന്നത്. ഹോർട്ടി കൾച്ചർ. റിയറിംഗ് ഓഫ് ഫിഷ്, മീനുകളെ നമ്മൾ കൃഷി ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? പിസി കൾച്ചർ എന്ന് പറയുന്നു. പിസി കൾച്ചർ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹൈ ക്വാളിറ്റി ഹൈബ്രിഡ് വെറൈറ്റീസ് പ്രൊവൈഡ് ഹൈ ഈൽഡ്. ഹൈ ക്വാളിറ്റീസ് ഉള്ള ഹൈബ്രിഡ് ഈൽഡ്സ്, സങ്കര ഇനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് ഈൽഡ് തരുന്നു, ഒരുപാട് വിളകൾ നൽകുന്നു. ചോദ്യം, ദെൻ വാട്ട് ഈസ് ദി എൻഡ് ഓഫ് നേറ്റീവ് വെറൈറ്റീസ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടൻ വിളകളുടെ അവസ്ഥ എന്താണ്, അവസാനം എന്താണ് എന്ന് ചോദ്യം. റെക്കോർഡ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നാടൻ ഇനങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചതാണ്. നാടൻ ഇനങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ചേഞ്ചിനും നമ്മുടെ നാട്ടിലുള്ള സോയിലിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു കൃഷിയിടത്തിലെ സോയിലിനും നമ്മുടെ കൃഷിയിടത്തിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കി അവിടെ എന്ത് ചെയ്യുന്ന അഡ്വേഴ്സ് കണ്ടീഷനെയൊക്കെ അതിജീവിച്ച് വരുന്ന ഇനങ്ങളെയാണ് നാടൻ ഇനങ്ങളെന്ന് പറയുന്നത്. അവയുടെ പ്രൊഡക്ടിവിറ്റി കുറവാണെങ്കിലും അവർക്കൊന്നെങ്കിൽ ഹൈ ഡിസീസ് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ എന്താണ് അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനൊക്കെ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെയുള്ള നാടൻ വിളകൾ ഉണ്ടെങ്കിൽ മാത്രമേ, ഈ നാടൻ വിളകളിൽ നിന്ന് മാത്രമേ, നേറ്റീവ് വെറൈറ്റീസിൽ നിന്ന് മാത്രമേ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാൻ കഴിയും? ഇങ്ങനെ എഴുതാൻ കഴിയും. എന്താണ് എഴുതാൻ കഴിയുന്നത്? ന്യൂ വെറൈറ്റീസ് ക്യാൻ ബി, ന്യൂ വെറൈറ്റീസ് ക്യാൻ ബി ഡെവലപ്ഡ് ഫ്രം നേറ്റീവ് വെറൈറ്റീസ്. അപ്പം നേറ്റീവ് വെറൈറ്റീസിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? സങ്കര ഇനങ്ങൾ, ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. ലെറ്റർ സക്സിലെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ടു റെഡ്യൂസ് ക്രോപ്പ് ലോസ് ഡ്യൂ ടു പെസ്റ്റ്? കീടങ്ങൾ മൂലമുണ്ടാകുന്ന ക്രോപ്പ് ലോസിന്, വിളനഷ്ടത്തിനെ തടയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വഴി എന്താണ്? ഏറ്റവും നല്ല വഴി ഏതാണ്? യൂസിങ് ഹൈ കോൺസെൻട്രേഷൻ പെസ്റ്റിസൈഡ്സ്, ഹൈ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള എന്താണ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക, കീടനാശിനികൾ യൂസ് ചെയ്യുക, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക. പ്രൊട്ടക്റ്റിംഗ് ഫ്രണ്ട്ലി പെസ്റ്റ്, എന്ത് ചെയ്യുക? നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താണ് പെസ്റ്റിനെ സംരക്ഷിക്കുക. പ്രാക്ടീസിങ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, പെസ്റ്റ് മാനേജ്മെൻറ്റിനെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന്. അപ്ലൈയിങ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഓൺലി, എന്താണ് നമ്മൾ ജൈവ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ മാത്രം ഉപയോഗിക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്താണ്? പ്രകൃതിക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് സി ആണ്. എന്താണ്? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ത് ചെയ്യുക? ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നത് തന്നെയാണ്. ലെറ്റർ സക്സസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലോവർ പ്രൈസ് ഡ്യൂറിങ് ഹയർ ഈൽഡ്. ഒരുപാട് വിളവുണ്ടാകുമ്പോൾ പ്രൈസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. വിളയുടെ പ്രൈസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. സജസ്റ്റ് എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ടു ഓവർകം ദിസ് ക്രൈസിസ് ഫേസ്ഡ് ബൈ ദ ഫാമേഴ്സ്. ഇങ്ങനൊരു പ്രശ്നം തരണം ചെയ്യാനായിട്ട് എന്ത് ആണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്.
ഒന്നുമില്ല, ഈ പ്രോഡക്റ്റ് സൊസൈറ്റീസ്, അതായത് ഫാമേഴ്സ് സൊസൈറ്റീസ് വഴി എന്ത് ചെയ്യുക, കൊടുക്കുക, കൃത്യമായിട്ടൊരു വില നിയന്ത്രിക്കുക, ഒരു കൃത്യമായിട്ടൊരു വില ഇടുക, അതായത് ഒരു ബേസിക് വില ഉണ്ടാക്കുക, ആ ഒരു വിലയ്ക്ക് മാത്രം എന്ത് ചെയ്യുക, ഈൽഡ് കൊടുക്കുക. ഓക്കെ, അതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ബേസിക് വില എന്ന് പറഞ്ഞാൽ ഒരു ഏകീകരിച്ചത് വില, ഹയർ ഈൽഡ് ഉണ്ടാകുന്ന സമയത്തും ലോവർ ഈൽഡ് ഉണ്ടാകുന്ന സമയത്തും ഈ ഒരു ക്രോപ്പിന് കൃത്യമായിട്ടൊരു വില നിയന്ത്രിക്കുക അല്ലെങ്കിൽ നിശ്ചയിക്കുക, അതെന്ത് ചെയ്യുക, അതായിരിക്കണം നമുക്കത് നടപ്പിലാക്കേണ്ടത്. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ എഴുതാം, കളക്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ത്രൂ ഫാർമേഴ്സ് സൊസൈറ്റീസ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി എന്നോട് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.